ഹാൻഡ് റൈറ്റിങ്ങും എക്സാംസും തമ്മിൽ ബന്ധമുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നിങ്ങൾ ഒരു ദിവസം സ്കൂളിൽ പോകുന്നില്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് നോട്ട് മേടിക്കും, നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നോട്ട് മേടിക്കുമ്പോൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരു ഫ്രണ്ടിനെ ആയിരിക്കും ചൂസ് ചെയ്യണം, അല്ലേ? ക്ലാസ്സിലുള്ള എല്ലാവരും ഒരേ നോട്ട്സാണ് എഴുതിയിട്ടിരിക്കുന്നത്, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് നോട്ട്ബുക്ക് മേടിക്കുന്നത്? കാരണം നമുക്ക് ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഫ്രണ്ടിൻ്റെ നോട്ട്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാണ്ട് ഫാസ്റ്റായിട്ട് നമുക്ക് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെയല്ലേ എക്സാമിൻ്റെ സമയത്ത് ടീച്ചേഴ്സും ആൻസർ ഷീറ്റ് നോക്കാൻ എടുക്കുമ്പം നീറ്റായിട്ട് എഴുതിയിരിക്കുന്ന ഒരാളുടെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ മിസ്സിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ടീച്ചറിന് ഇങ്ങനെ ഈസി ആയിട്ട് നോക്കാൻ പറ്റും, ബ്രെയിനിന് ഒരു കൺഫ്യൂഷനും ഇല്ല, എല്ലാണോ എഫ് ആണോ എഴുതിയിരിക്കണമെന്ന് വെച്ചിട്ട് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. അപ്പോൾ എനിക്കറിയാം പലരും എക്സാംസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നല്ല നീറ്റായിട്ട് എഴുതി പോയിട്ട് അവസാന സമയം തികയാതാവുമ്പോൾ നിങ്ങൾ എഴുതുന്നത് എന്ത് ലാംഗ്വേജ് ആണെന്ന് പോലും മനസ്സിലാവാത്ത പോലെയാവും, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുക. കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. കാരണം നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെയാണ്, അല്ലേ? നമ്മളുടെ നോട്ട്ബുക്കൊക്കെ എടുത്ത് മറിച്ച് നോക്കുമ്പോൾ നല്ല ഹാൻഡ് റൈറ്റിംഗിൽ നീറ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ വായിച്ച് പഠിക്കാൻ തോന്നും. ദർഫോർ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു മെയിൻ ഫാക്ടറുമാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും, അല്ലേ, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് നന്നാക്കാനുണ്ട്. എന്തൊക്കെയാണ് ഞാൻ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ചെയ്യേണ്ടത്? അപ്പോൾ വളരെ ഈസിയാണ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പി ബുക്ക് മേടിക്കാം. കോപ്പി അടിക്കാനൊന്നും അല്ല മിസ് പറയുന്നത്, ഒരു കോപ്പി എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് മേടിക്കാം. അപ്പം ഇനിയിപ്പോൾ മലയാളം അല്ലെങ്കിൽ ഹിന്ദിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 2 ലൈൻ ബുക്ക് മേടിക്കുക, ഇംഗ്ലീഷിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 4 ലൈൻ ബുക്ക് മേടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് എന്ത് ചെയ്യണം, കോപ്പി എഴുതി ശീലിക്കുക. അപ്പോൾ ഈ കോപ്പി എഴുതുമ്പോൾ ഫസ്റ്റ് വീക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വീക്ക് നിങ്ങൾ എന്താണ് നല്ല നീറ്റിൽ എഴുതാൻ ശ്രദ്ധിക്കുക. നല്ല നീറ്റ്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫസ്റ്റ് വീക്ക് എഴുതുക, നല്ല രീതിയിൽ എഴുതുക. സെക്കൻഡ് വീക്ക് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നീറ്റിൻ്റെ കൂടെ തന്നെ ഫാസ്റ്റും ആകുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലേ? കുറേ പേർക്ക് ഇനിഷ്യലി ഒക്കെ നീറ്റായിട്ട് എഴുതാൻ പറ്റും, പക്ഷെ സ്പീഡിൽ എഴുതുമ്പോഴാണ് ഈ നീറ്റ്നെസ് പോവുക. അപ്പം നീറ്റിൻ്റെ കൂടെ ഫാസ്റ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സിലൊക്കെ നോട്ട്സ് എഴുതില്ലേ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഫാസ്റ്റായിട്ട് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ നീറ്റ്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക. ക്ലാസ്സിൽ നോട്ട്സ് എഴുതുമ്പോൾ ഫുള്ള് ഇങ്ങനെ ധൃതി പിടിച്ച് എഴുതാണ്ട് മിസ് നോട്ട്സ് പറയാൻ നേരത്ത് നീറ്റായിട്ട് എഴുതി ശീലിക്കുക. നീറ്റായിട്ട് എഴുതി ശീലിക്കുന്നത് തന്നെയാണ് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കണം, നമ്മൾ എഴുതുന്നത് എല്ലാവർക്കും നല്ലോണം വായിക്കണം, ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ വായിക്കണം എന്ന്. അപ്പം നോട്ട്സ് എഴുതുമ്പം എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, നീറ്റായിട്ട് എഴുതുക. നീറ്റായിട്ട് എഴുതിയ നോട്ട്സ് വായിക്കാൻ നമുക്ക് തോന്നും, ഇല്ലെങ്കിൽ നമുക്ക് ബുക്ക് എടുക്കുമ്പോഴേ വായിക്കാൻ തോന്നില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഒരു ദിവസം ക്ലാസ്സിലൊക്കെ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ നീറ്റായിട്ട് എഴുതിയ ഫ്രണ്ടിന്റെ ബുക്ക് തന്നെ മേടിക്കുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കുക, നല്ല ഹാൻഡ് റൈറ്റിംഗ്, ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അപ്പം ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി മോശമാണെന്ന് തോന്നുന്നവരൊക്കെ തന്നെ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുക. ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ്, ഇതൊരു ഗ്രേറ്റ് സക്സസ് ആയിട്ട് മാറും.